നിൽക്കുന്നത്. എവിടെ എത്തി? ട്രെയിനിലൊക്കെ പോയിട്ട് ഒരുപാട് വർഷമായി. പണ്ട് ചെറുതിലെ എന്തോ പോയതാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് ട്രെയിനിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ട്രെയിൻ കയറി എവിടെയോ പോകാൻ പോകണമെന്നല്ലേ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഇവിടെ വന്നത് വേറൊന്നിനുമല്ല, ചെന്നൈ പോകാൻ വേണ്ടിയിട്ടാണ്. 2 ദിവസം ഒന്ന് ചെന്നൈ പോയി കറങ്ങണം. അവിടെ കുറച്ച് ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സ് ഉണ്ട്. റിലേറ്റീവ്സിനെയൊക്കെ കാണണം, പിന്നെ ചെന്നൈ ഒന്ന് കറങ്ങി കാണണം. ഇതിപ്പോൾ ഞാൻ പോകുന്നത് ലൈഫിൽ ഒരു 3ാമത്തെ തവണയായിരിക്കും. ഒരു തവണ ചെറുതിലേ പോയേട്ടോ. പിന്നെ അതിന് ശേഷം കല്യാണം കഴിഞ്ഞപ്പം ഒരു തവണ പോയി. പിന്നെ ഇപ്പോൾ 2ാമത് എംറൂനെ കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാനും റീക്കായും എംറൂം എൻ്റെ ബ്രദറും പിന്നെ മദർ ഇൻ ലോയും നമ്മൾ ഇത്രയും പേരും കൂടെയാണ് ചെന്നൈയിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. RICയിലാണേ പോയത്. പിന്നെ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു. RIC പോയതൊക്കെ ഒരു കഥയാണെന്ന് വേണമെങ്കിൽ പറയാം. സീറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് 2 പേർക്കുള്ള സീറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോയി. എമ്പറായാലും കാണിക്കരുത്. ഈവനിങ് ഒരു 4:10 ഉണ്ടായിരുന്ന ട്രെയിനായിരുന്നേ. അങ്ങനെ രാവിലെ നമ്മൾ ഒരു കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ നമ്മളൊരു 5 മണിക്ക് കഴിഞ്ഞപ്പം എത്തിയിട്ടുണ്ടായിരുന്നു ചെന്നൈയിൽ. ഈവനിങ് അല്ലേ വന്നത്, അതുകൊണ്ട് തന്നെ സ്നാക്സൊക്കെ എംറൂനെ എടുത്തുകൊണ്ട് വന്നു. അപ്പം ട്രെയിനിലിരുന്ന് തന്നെ സ്നാക്സൊക്കെ കൊടുത്തു. പിന്നെ ഇവ ഉറങ്ങിയിട്ടില്ല ഇതുവരെയും. പിന്നെ ഇവനെ മാനേജ് ചെയ്യാൻ നല്ല പാടായിരുന്നു, ഭയങ്കര അലുമ്പായിരുന്നു. അവസാനം ഗതി കെട്ട് ഞാൻ പുറത്ത് കുറച്ച് നേരം കൊണ്ടുവന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും അലുമ്പ് കാണിക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ അലുമ്പൊക്കെ കാണിച്ച് കഴിഞ്ഞ് ആൾ ക്ഷീണത്തിൽ ഒരു 7:30 ആയപ്പം ഉറങ്ങിപ്പോയി കേട്ടോ. അതുവരെ ഞാൻ നല്ല കഷ്ടപ്പെട്ടു മാനേജ് ചെയ്യാം. പിന്നെ അവൻ ഉറങ്ങിയ ഗ്യാപ്പിൽ നമ്മളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു. വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്നേ. ഞാൻ ചോറ് എടുത്തുകൊണ്ട് വന്നു. ഞാൻ എനിക്ക് ചോറ് മതിയെന്ന്. ബാക്കി എല്ലാവർക്കും ചപ്പാത്തി ഉമ്മ എടുത്ത് തന്നിരുന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എംറു പിന്നെ ഡിന്നറൊന്നും കഴിച്ചിട്ടില്ല. അവ ഉറങ്ങിയല്ലോ. ആ ഗ്യാപ്പിൽ ഞാനും കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചു. ഇതുവരെ നമുക്ക് നേരെ കിടക്കാനുള്ള സ്ഥലമൊന്നും കിട്ടിയില്ല. അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കിടന്നു. പിന്നെ അവനൊരു 12 മണിയായപ്പോൾ എഴുന്നേറ്റു. പിന്നെ കുറച്ച് നേരം നല്ല ബഹളമായിരുന്നു. ഉറങ്ങാനൊക്കെ വീണ്ടും ഉറങ്ങാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ടു. ട്രെയിനിലൊക്കെ പോയത് കാരണം വേറെ ആൾക്കാരൊക്കെ കൊണ്ടുകൊണ്ട് ഞാൻ തന്നെ എടുക്കണമെന്ന് നിർബന്ധമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞാൻ കഷ്ടപ്പെട്ടു. പിന്നെ അവനെ ഉറങ്ങി ഒരു 4:30 ആയപ്പോൾ തന്നെ അവനും എഴുന്നേറ്റു. അങ്ങനെ നമ്മൾ എഴുന്നേറ്റ് പിന്നെ താമ്പരം എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ടാക്സി പിടിച്ച് പോകണം കേട്ടോ. ഇവിടെ വന്നപ്പോഴാണെങ്കിലും ഈ താമ്പരം റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ബ്രിഡ്ജ് കയറിയാണ് പോവേണ്ടത്. ഈ ബ്രിഡ്ജിലാണെങ്കിൽ എന്തോന്ന് പറയാൻ ഒരു 10-20 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നണം നടക്കാൻ തന്നെ. ഈ ബ്രിഡ്ജിൽ കൂടെ ഒരുപാട് നടന്നിട്ടാണ് അവസാനം നമ്മൾ താഴെ ഇറങ്ങിപ്പോയി റോഡിലെത്തിയിട്ട് ടാക്സി പിടിച്ച് പോയത്. നമ്മളവിടെ നിന്ന് ഊബറാണ് ഇട്ടത്. അപ്പോൾ ഊബർ ഇട്ടപ്പം പെട്ടെന്ന് ടാക്സിയൊക്കെ വന്നു. പിന്നെ ടാക്സി കയറി ഇനി ചെന്നൈയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു മണിക്കൂർ ട്രാവൽ ഉണ്ട് കേട്ടോ ചെന്നൈയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ആദ്യം പോകുന്നത് റീക്കാട വല്യമ്മയുടെ വീട്ടിലാണ്. അപ്പം അവിടെ അപ്പാർട്ട്മെൻറ്റിലാണ് അവർ താമസിക്കുന്നത്. അപ്പം നേരെ നമ്മൾ അങ്ങോട്ട് പോയി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ വീടെത്തിയപ്പം ഇവിടെ വീട്ടിൽ ടോയ്സാണ്. ഇവിടെ ഒരു ബേബി ഉണ്ട്. അപ്പോൾ എംറോ ആണെങ്കിൽ ആ ടോയ്സ് കണ്ടപ്പം ഫുൾ അങ്ങോട്ട് കളിക്കാൻ തുടങ്ങി. പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ നമ്മുടെ റൂമിലോട്ട് പോയി. ഇവിടെ റെൻറ്റിന് റൂം എടുത്തിട്ടുണ്ടായിരുന്നു. 2 റൂമാണ് നമ്മൾ എടുത്തത്. AC റൂമാണ്. 1200 രൂപയാണ് ആയത് ഒരു റൂമിന്. പിന്നെ റൂമിൽ വന്ന് റെസ്റ്റൊക്കെ എടുത്തു. അടുത്ത് ഞാൻ റെഡി ആയിട്ട് ഇനി കറങ്ങാൻ പോവുകയാണ് നമ്മളെല്ലാവരും കൂടെ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? കൊള്ളാമോ? കൈ ഇങ്ങ് വൈ.
ഇവിടെ 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 ഇങ്ങോട്ട് വാ 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 വാ. മാമ വിളിക്കാം, വാ മാമ വിളിക്കാം. അയ്യയ്യ അയ്യയ്യ മാമ വെൽക്കം ഹോം. ഡ്രസ് ചെയ്യണ്ടേ, ഉറങ്ങി കിടന്ന ഇവിടെ ഇന്ന് ഏസി സുഖമുണ്ട്, ഇവിടെ നിൽക്കണം കുറച്ച് നേരം. നമ്മളെ അവിടെ ഭയങ്കര ചൂട്. നമ്മുടെ റൂമിലാണെങ്കിൽ എ സി ആണെങ്കിൽ വർക്കായില്ല കേട്ടോ. പിന്നെ നമ്മൾ പുറത്തൊക്കെ പോകാൻ നേരം അവർ നമുക്ക് മാറ്റി തന്നിട്ടുണ്ടായിരുന്നു റൂം. പിന്നെ നമ്മൾ വേറെ റൂമിലായി. അപ്പോൾ ഇവിടെ എമ്രോ ആണെങ്കിൽ പുറത്തിറങ്ങി വന്ന് ഞാൻ റെഡി ആയിട്ടുണ്ട്, ഇനി എൻ്റെ ബ്രദർ റെഡിയാവണം. അപ്പോൾ പുള്ളിക്കാരൻ റെഡിയാവുന്ന ഗ്യാപ്പിൽ ഞാൻ ഇവനെയും കൊണ്ട് ഇതാ പുറത്ത് നിൽക്കുകയാണ്. ഇവനാണെങ്കിൽ ഭയങ്കര അലുമ്പ്. ഇവിടെ വന്നപ്പം സ്ഥലം മാറും തോറും ഭയങ്കര ഹാപ്പിയാണ്. ഓരോടത്ത് പോയി കളിക്കാമല്ലോ. ഇവിടെ വന്നതാ അലുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓടി കളിക്കുന്ന ചിക്കനാണേ, ഓടി കളിക്കുന്ന ചിക്കനാണേ എമ്രോ, കുഞ്ഞാണേ അല്ല. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന ബ്രദറും എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റൂമൊക്കെ പൂട്ടിയിട്ട് ഇനി നമ്മൾ പോകണം. നമ്മളിത് 3rd ഫ്ലോറിലാണ്. അപ്പോൾ ലിഫ്റ്റ് കയറിയാണ് വരുന്നത്. അപ്പം ലിഫ്റ്റിലൂടെ പോയാണ്. അങ്ങനെ എമ്മറു ഭയങ്കര ഹാപ്പിയാണ്, പുറത്ത് പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ പോകുന്ന EA മാളിലാണ് പോകുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ വന്നപ്പോൾ ഈ മാളിൽ പോയിട്ടില്ല കേട്ടോ. വേറെ മാളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ പോവാത്ത മാളിലോട്ടാണ് പോകുന്നത്, EA മാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഊബർ പിടിച്ചാണ് പോകുന്നത്. ഊബർ ഓട്ടോ ഇട്ടിട്ടുണ്ട്. എമ്രുവിനാണെങ്കിൽ ഓട്ടോയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓട്ടോ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യണം പുറത്ത് നിന്ന്. നമ്മൾ അടച്ചായിരുന്നത് ഊബർ ഇട്ടിട്ട് ഇറങ്ങി കൂടെ. അങ്ങനെ നമ്മൾ EA മാളിലെത്തിയിട്ടുണ്ട്. ഇതാണ് മാള്. ചെന്നൈ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഒരുപാട് വണ്ടികളും തിരക്കും പീപ്പിൾസ് എല്ലായിടവും നല്ല രസമാണ് കേട്ടോ, നല്ല വൈബാണ്. വ്ളോഗ് എടുക്കുന്നുണ്ട്. വീൽസ് ഓൺ ദ ബസ് ഇതോ പോകുന്നു. സ്റ്റെപ്പ് കയറാനാണ് ഓടുന്നത് എമ്രു. നമ്മൾ നിൽക്കുന്നത് എഴുതിയിരിക്കല്ലേ ഞാൻ ER പറഞ്ഞു. അങ്ങനെ ചെന്നൈയിൽ വരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തെന്ന് വെച്ചാൽ ഇവിടെ നല്ല രസമാണ്. എന്ത് പറയാൻ, നല്ല വൈബാണ്. ഞാൻ പറഞ്ഞില്ലേ, അത് തന്നെയാണ്. എനിക്ക് പറയാൻ വയ്യ, ഇങ്ങനെ മനസ്സിലാക്കി തരണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ മാള് കാണാൻ വേണ്ടി നല്ല രസമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് മാളൊക്കെ ഒന്ന് ചുറ്റി കണ്ടു. പിന്നെ ഇവന് 1-2 ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. 1-2 ഒരു ഡ്രസ്സാണ് എടുത്തത്. അപ്പോൾ ഇവിടെ കയറി വന്നപ്പോൾ തന്നെ ഇതുപോലെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതൊരു 3-4 ഫ്ലോറുള്ള ഒരു മാളാണ്. നല്ല നീളമുണ്ട് കേട്ടോ, കാണുന്ന പോലെയൊന്നും അല്ല ഈ മാള്. അത്യാവശ്യം വലുതാണ്. പുറത്ത് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും. പിന്നെ ഒരുപാട് ബ്രാൻഡഡ് ഷോപ്സൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ കുറേ നടന്ന് വിൻഡോ ഷോപ്പിംഗ് ആണ് ചെയ്തത്. ഇത് നല്ല രസമുണ്ട് ഈ ലൈറ്റ്സ് കാണാൻ വേണ്ടിയിട്ട്. H&Mൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ലൈറ്റ് വരുന്നത്. എണീക്കാൻ തോന്നുന്ന മനസ്സിലായില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഈവനിങ് പ്ലാൻ എന്ന് പറയുന്നത് EA മാളിൽ വരണം. അതുപോലെ തന്നെ ഇനി നമ്മൾ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിലും കൂടെ ബീച്ചിലാണ് പോകുന്നത്.
ബസൻ നഗർ ബീച്ചിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ റീക്കാടെ ഒരു ഫ്രണ്ടും വൈഫും കൂടെ വരും. അവർ വിളിച്ചിട്ടുണ്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കറങ്ങി നടന്നു. പിന്നെ നമ്മൾ മദർ കെയറിലോട്ടാണ് ഈ പോകുന്നത്. മദർ കെയറിൽ നിന്ന് ഡ്രസ്സ് എടുത്തു എമ്രൂന്. അത് കഴിഞ്ഞ് അവരെ വെയിറ്റ് ചെയ്തിട്ട് ബസൻ നഗറിലോട്ട് പോകും കേട്ടോ. ഈ ബീച്ചിൽ ഞാൻ ഇതിന് മുന്നേ പോയിട്ടുണ്ടേ. ഇന്ത്യ കോസ്റ്റ്ലി അവിടെ കുറവാണ്. നമുക്ക് മദർ കെയറിൽ പോയി എമ്രൂന് കുറച്ച് ഡ്രസ്സ് നോക്കാം, മേടിക്കണം, നോക്കിയിട്ട് മേടിക്കണം. അപ്പോൾ നമ്മൾ ഖത്തറിൽ മദർ കെയറിൽ നിന്നൊക്കെ ഡ്രസ്സൊക്കെ എടുക്കാറുണ്ട്. അവനാവശ്യമുള്ള സാധനങ്ങളൊക്കെ മദർ കെയറിൽ നിന്ന് മേടിക്കാറുണ്ട്. അങ്ങനെ ഇവിടെ മദർ കെയറിൽ തന്നെ ആദ്യം കയറി. ഇവിടെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് തോന്നി, എന്നാലും നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് ഞാൻ ഒരു ഡ്രസ്സ് എടുത്തു എമ്രൂന്. ഒരു ടീഷർട്ടും അതുപോലെ ഒരു പാൻറ്റുമാണ് എടുത്തത് കേട്ടോ. നല്ല രസമുണ്ട്. അങ്ങനെ അതും മേടിച്ചിട്ട് നമ്മൾ ഇറങ്ങി. അങ്ങനെ നമ്മൾ മദേഴ്സ് കെയറിൽ നിന്നും എമ്രൂനുള്ള ഒരു ടീഷർട്ടും പാൻറ്റും എടുത്തു. എൻ്റെ ഉടുപ്പ്. അപ്പോൾ ഈവനിങ് ആയതുകൊണ്ട് തന്നെ എമ്രുക്കുട്ടന് സ്നാക്സ് കൊടുക്കാനുള്ള ടൈമായിട്ടുണ്ട്. അവന് വിശപ്പ് തട്ടിയിട്ടുണ്ട്. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. അതിന് നമ്മൾ ഫുഡ് കോർട്ടിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഫുഡ് കോർട്ടിൽ വന്ന് ഇരുന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്കേട്ടോ. സീറ്റൊക്കെ കിട്ടാൻ വേണ്ടി ഭയങ്കര പാടായിരുന്നു. നല്ല രസമുണ്ട്. ഫുഡ് കോർട്ട് ഇങ്ങനെ കയറി ലെഫ്റ്റ് സൈഡിലോട്ട് ഒരുപാടുണ്ട് കേട്ടോ. വലിയ ഫുഡ് കോർട്ടാണ്. അപ്പോൾ ഇവിടെ വന്നപ്പം അതുപോലെ തന്നെ മ്യൂസിക് ഗനമേലയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഷോയൊക്കെ എന്തോ ഷോ നടക്കുന്നുണ്ട്. പാട്ടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മളിവിടെ നിന്ന് മദ്രാസ് കോഫിന്ന് കോഫി ഓർഡർ ചെയ്തു. അപ്പോഴത്തേക്കും റീക്കാടെ ഫ്രണ്ടും വൈഫും വരാറായിട്ടുണ്ട്, അവരെത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോഫിയും വേറെ എന്താ കുട്ടി സമൂസ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടി സമൂസ ഉണ്ടപ്പോൾ ഞാൻ കുട്ടി സമൂസയും കൂടെ മേടിക്കാൻ പറഞ്ഞു. അവന് ഞാനൊരു കേക്ക് കൊണ്ടുവന്ന് എമ്രൂന്. പിന്നെ കിട്ടിയ സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് സ്ഥലം കിട്ടിയില്ല. ഒരു ആൾക്കാരിരുന്ന സ്ഥലത്ത് തന്നെ അവരുടെ ചോദിച്ചിട്ട് ഷെയർ ചെയ്തു, ടേബിൾ ഷെയർ ചെയ്തു കേട്ടോ. അങ്ങനെയാണ് ഇരുന്നത്. പിന്നെ അപ്പോഴത്തേക്കും നമ്മൾ കോഫിയൊക്കെ ഓർഡർ ചെയ്തപ്പോഴത്തേക്കും അവർ വന്നു. പിന്നെ അവർക്കും കൂടെ കോഫിയൊക്കെ മേടിച്ച് കൊടുത്തു. നമ്മൾ ചായയും അതുപോലെ തന്നെ കുട്ടി സമൂസയൊക്കെ കഴിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ എമ്രൂന് കേക്കൊക്കെ കൊടുത്തു. കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ ബസൻ നഗറിൽ പോകണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഊബർ ഇട്ടിട്ട് താഴെ വന്നപ്പോഴാണെങ്കിൽ ഇവിടെ ഒരു അടിപൊളി ഡാൻസ് പ്രോഗ്രാം കേട്ടോ. അപ്പോഴത്തെ ട്രെൻഡിങ് പാട്ടൊക്കെ ഇട്ടിട്ട് എല്ലാം നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഡാൻസേഴ്സ് ആയിരുന്നു. കണ്ടിരിക്കാൻ നല്ല രസം. പക്ഷേ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഊബർ ഇട്ട് പോയി. അതുകൊണ്ടാണ് പിന്നെ കുറച്ച് നേരം ഇവിടെ നിന്ന് ഡാൻസൊക്കെ ആസ്വദിച്ചു. ഒരു 2-3 മിനിറ്റ് നിന്നേട്ടോ. കുറച്ച് ഡാൻസ് കണ്ട് അങ്ങനെ എമ്രൂനും കാണിച്ചു കൊടുത്തു അവരെ ഡാൻസ് കളിക്കുന്നതൊക്കെ. ഒരുപാട് ആൾക്കാർ എല്ലാവരും കൂടെ എന്തോ പിന്നെ ക്യാമറാമാനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടിരിക്കാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, ബാക്കി കാണാൻ പറ്റിയില്ല. ഊബർ ഇട്ടും പോയി, കാണാനും പറ്റിയില്ല. പിന്നെ പകുതിയിൽ കണ്ടതോടെ നേരെ ഊബർ വന്നുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പോയേട്ടോ, പുറത്തിറങ്ങി ഇവിടെ നിന്ന്. അപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പോകാനുള്ളത് ബസൻ നഗറിലാണ്, അവിടുത്തെ ബീച്ചാണ്. ഇതിന് മുന്നേ ഞാൻ പറഞ്ഞില്ലേ, ഇതിന് മുന്നേ ഒരു തവണ ഞാൻ വന്നപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ റീക്കായും കൂടെ ഈ ഒരു ബസൻ നഗർ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോകുന്നത് രാത്രിയാണ്. അന്ന് നമ്മൾ പോയത് വൈകിട്ടാണ് കേട്ടോ പോയത്. ഇതിപ്പോൾ രാത്രിയാണ് പോകുന്നത് ഈ ബീച്ചിൽ. അങ്ങനെ ഊബർ വരാറായിട്ടുണ്ട്. വരാറായ സമയത്ത് ഇവനാണെങ്കിൽ എൻ്റെ മുടിയൊക്കെ പിടിച്ച് വലിച്ച് എന്നെ ഒരു വഴിയാക്കി. ഇപ്പം ദേഷ്യം വരുമ്പോൾ ദേഷ്യമില്ല, എന്ത് പറയാൻ, അവന് ഉറക്കം വന്നാലും ശരി എന്ത് വന്നാലും ശരി എൻ്റെ മുടിയാണ് പിടിച്ച് വലിക്കുന്നത്. ഞാൻ മുടിയൊക്കെ വെട്ടിക്കളയാൻ പോണ്, അത്രയ്ക്ക് അവസ്ഥയാണ്. അങ്ങനെ നമ്മളിതാ ബസൻ നഗറിൽ എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും എമ്രു ഉറങ്ങി കേട്ടോ. കാറിലിരുന്നിട്ട് നല്ല ഉറക്കം വന്നു. പിന്നെ അവനങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ ഊബർ കാർ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് നിർത്താൻ പറഞ്ഞു. കാരണം ഇവിടെ ഫുൾ ട്രാഫിക് ആയിരുന്നു. കയറിയാൽ പിന്നെ ട്രാഫിക്കിൽ കുരുങ്ങിപ്പോൾ. അപ്പം നമ്മൾ അവിടെ നിർത്തിയാൽ മതി, നമ്മൾ നടന്നു വന്നോളാം. അങ്ങനെ കുറച്ച് റോഡ് സൈഡിൽ അവിടെയായിട്ട് നിർത്തി തന്നപ്പോൾ നമ്മളിങ്ങോട്ട് നടന്ന് ബീച്ചിലോട്ട് കയറിയപ്പോൾ തന്നെ അവിടെ നല്ല അടിപൊളി മാങ്ങയും പൈനാപ്പിളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടമാണെന്ന് റീക്കക്കാരെ ഇങ്ങനെ റീക്ക ചോദിച്ചു മാങ്ങ വാങ്ങട്ടാന്ന്. അപ്പോൾ ഞാൻ ഓന്ന് പറഞ്ഞു. അവ ഇരിക്കൂല. അന്ന് ക്യാമറയിൽ ഇരുന്നില്ലല്ലോ, ഓർമ്മയുണ്ടാ?
നോക്കണേ. കാലൊക്കെ തണുക്കുവേ. ഞാൻ ഓടി തപ്പി എന്തറിയാം, എന്റെ പുറത്തായ ഷൂ കാല് നനഞ്ഞാ. അല്ല ഞാൻ പറയുന്നത് തണുക്കൂല്ലേ, തണുപ്പില്ലല്ലേ, നിക്കണല്ലേ. ഹോഴ്സ് റൈഡ് വേണമെന്ന് ചോദിച്ചു. ഞാൻ വേണ്ടെന്നു. കാരണം എമ്രൂനാണെങ്കിൽ അതിലിരുത്തി അവ ഇരിക്കൂല. കാരണം അന്ന് നമ്മൾ ഡെസേർട്ടിൽ പോയപ്പോൾ സീ ലൈൻ ബീച്ചിൽ ഖത്തറിൽ പോയപ്പോൾ അവിടെ എല്ലാം കൂടെ തെറ്റിപ്പോണല്ലോ. ക്യാമൽ റൈഡ് പോയപ്പോൾ ഞാൻ മാത്രമേ പോയുള്ളൂ. വാപ്പ ഇവനെ കൊണ്ടുപോയെങ്കിലും അതിൻ്റെ വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ട്, കാണത്തരുണ്ടേ കാണണേ. അപ്പോൾ അത് വാപ്പ ഇവനെ കൊണ്ടുപോയപ്പോഴത്തേക്ക് ഇവൻ അങ്ങനെ ഇരുന്നില്ല, കുറച്ച് നേരം പോകുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ ഹോഴ്സ് റൈഡ് വേണ്ടാന്നുണ്ട്. പിന്നെ കുറച്ച് ആദ്യമായിട്ടാണ് കേട്ടോ ഈ വെള്ളത്തിൽ കൊണ്ട് ആ ചേട്ടനാണ് നിർത്തുന്നത്, കാലൊക്കെ നനയ്ക്കുന്നത് ബീച്ചിൽ വന്നിട്ട്. അപ്പോൾ അത് അവന് നല്ല ഇഷ്ടപ്പെട്ടു. കണ്ടിട്ടുണ്ടല്ലോ എന്താ മാത്രം. അങ്ങനെ എമ്മൂറിനെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിപ്പിച്ചു. പിന്നെ ഇവിടെ മണ്ണിൽ കിടന്ന് ഓടിക്കളിയാണ്. മണ്ണിലൊക്കെ ഇറങ്ങി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൈയിട്ട് കളിക്കാനല്ല, ഇങ്ങനെ ഓടി ഓടി നടക്കാൻ. കുഴിയുമല്ലോ മണ്ണിൽ ചെരുപ്പ്, അപ്പോൾ അതിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് വീഴും കേട്ടോ ഓടി. എന്നിട്ട് അവിടെ ഒരു ബോട്ടിൽ കിടന്നു, ബോട്ടിലും തട്ടി തട്ടി കളിച്ചുകൊണ്ടിരുന്നു വാപ്പായും മോനും കൂടെ. ഭയങ്കര കളിക്കാം. ആദ്യം ചെരുപ്പൊക്കെ ഇട്ട് കൊടുത്ത്, പിന്നെ ചെരുപ്പ് ഇട്ട് കൊടുത്തപ്പോൾ കുറച്ചും കൂടെ വീഴുന്നു, പിന്നെ ചെരുപ്പ് ഊരി കൊടുത്തു. അങ്ങനെ കുറേ നേരം ഇവിടെ ഇങ്ങനെ ഓടി ഓടി കളിച്ചുകൊണ്ടിരുന്നു. അവന് നല്ല ഇഷ്ടപ്പെട്ടു ബീച്ചിൽ വന്നപ്പോൾ. അവനിങ്ങനെ മണ്ണിൽ ഫ്രീ ആയിട്ട് വിട്ടാൽ മതി, അവൻ നിന്ന് കളിച്ചോളും. അപ്പോൾ ഗൈസ്, ഈ ഒരു വ്ളോഗ്, ചെന്നൈ വ്ളോഗ്, ഇത് ഡേ 1 വ്ളോഗാണ്. ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇതുപോലുള്ള പുതിയ പുതിയ നല്ല നല്ല വ്ളോഗ്സൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനലിലെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇത് ഇങ്ങനെ ഇങ്ങനെ കോണിട്ടിട്ട് എന്തോ തീ ഇങ്ങനെ പോകുന്നത്, അത് നമുക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നെ കേട്ടോ. അതായത് എമ്മറൊന്നും നോക്കിക്കൊണ്ടിരുന്നപ്പോൾ. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു മുരുകൻ ഇഡ്ഡലി എന്ന് പറയുന്ന ഒരു കടയുണ്ട്. അവിടെ വന്ന് ഇഡ്ഡലിയും ദോശയൊക്കെ കഴിച്ചേ. അപ്പോൾ ആ ഒരു മുരുകൻ ഇഡ്ഡലി കട ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ. നമ്മളിങ്ങനെ കുറച്ച് ഒരു 300 മീറ്റർ എന്തോ ആണ്, നടന്ന് തന്നെയാണ് പോയത് കേട്ടോ. അവിടെ നിന്ന് ദോശ ഇഡ്ഡലിയൊക്കെ മേടിച്ച് കഴിച്ചു. എമ്രൂനും കൊടുത്തു, അവന് കഴിക്കാനുള്ള സമയമായി. അവന് ഇഡ്ഡലിയാണ് മേടിച്ച് കൊടുത്തത്. ഞങ്ങളൊക്കെ നല്ല അടിപൊളി ഗീ റോസ്റ്റ് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തമിഴ് കടയിലൊക്കെ വരുമ്പോൾ ഈ നെയ് ദോശ കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അത് കഴിച്ചിട്ട് ഇനി നമ്മൾ വീട്ടിലോട്ട് പോവാണ്. ഫുൾ ടയേർഡാണ്. ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ ബൈ. അതെ, നമ്മൾ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ബൈ ബൈ.